ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻ, പവേഡ് ബൈ മൈൽ ഫുഡ് സ്റ്റെപ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വെയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ധരാലിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. തീർത്ഥാടകരായ മലയാളികൾ സുരക്ഷിതർ. മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും നാശം വിതച്ച ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 9 സൈനികരെ ഉൾപ്പെടെ 130 പേരെയാണ് ധരാലി ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. SDRF, NDRF, കരസേന, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ ആണ് രക്ഷാപ്രവർത്തനം. ഡോക്ടേഴ്സിന്റെ പ്രത്യേക സംഘവും പ്രശ്നബാധിത മേഖലകളിൽ എത്തിയിട്ടുണ്ട്. വ്യോമമാർഗം ധരാലിയിലെത്തിയ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ ദുരന്തത്തിൽ 5 പേർ മരിച്ചെന്നാണ് സ്ഥിരീകരണം. കൂടുതൽ സേന രക്ഷാപ്രവർത്തന ധരാലിയിലേക്ക് എത്തും. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനെ തുടർന്ന് വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങളും ആരംഭിച്ചു. ഡെറാഡൂണിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ദുരന്ത നിവാരണ കേന്ദ്രങ്ങൾ തുറന്നു. ഹരിദ്വാർ ഉൾപ്പെടെ 3 ജില്ലകളിൽ റെഡ് അലർട്ട് തുടരുകയാണ്. ഹിമാചൽ പ്രദേശിൽ കുടുങ്ങിക്കിടന്ന 413 തീർത്ഥാടക സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അടൂർ ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശം. പരാതി നൽകി KPMS. ഫിലിം കോൺക്ലേവിലെ വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ വീണ്ടും പരാതി. കേരള പുലയ മഹാസഭയാണ് പരാതി നൽകിയത്. KPMS ജനറൽ സെക്രട്ടറി ആലംകോട് സുരേന്ദ്രൻ DGPക്ക് പരാതി നൽകി. അതേസമയം ഫിലിം കോൺക്ലേവിലെ വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കേണ്ടതില്ലെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു. ജാതി അധിക്ഷേപമോ വ്യക്തി അധിക്ഷേപമോ നടത്തിയിട്ടില്ല. സിനിമ കോൺക്ലേവിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് ചെയ്തത്. ഏതെങ്കിലും ആനുകൂല്യം നിർത്തലാക്കണമെന്നോ ദളിത് വിഭാഗങ്ങളെ പരിഗണിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല. അടൂർ ഗോപാലകൃഷ്ണനെതിരെ സാമൂഹിക പ്രവർത്തകൻ ദിനു വെയിലാണ് പരാതി നൽകിയിരുന്നത്. MR അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്ര. ഹൈക്കോടതി തുടർ നടപടികൾ അവസാനിപ്പിച്ചു. ADGP MR അജിത് കുമാറിന്റെ ശബരിമല ട്രാക്ടർ യാത്രയിലെ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ട്രാക്ടർ ഉപയോഗിച്ചതെന്ന് അജിത് കുമാർ വിശദീകരണം നൽകി. നടപടി ആവർത്തിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ചരക്ക് നീക്കത്തിന് മാത്രമേ സ്വാമി അയ്യപ്പൻ റോഡിൽ ട്രാക്ടർ ഉപയോഗിക്കാനാവൂ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ADGP കോടതി ഉത്തരവ് ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. പിന്നാലെയാണ് സ്വമേധയാ കേസെടുത്തത്. MR അജിത് കുമാർ മനഃപൂർവ്വമാണ് ഇത്തരം നടപടികൾ സ്വീകരിച്ചതെന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നമുണ്ടെന്ന MR അജിത് കുമാറിന്റെ വാദം ഇക്കുറി ഹൈക്കോടതി അംഗീകരിച്ചു. തെറ്റ് ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി. ശബരിമല ട്രാക്ടർ യാത്രാ വിവാദത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയും ADGPയോട് വിശദീകരണം തേടിയിരുന്നു. കേരാഫെഡ് വെളിച്ചെണ്ണ സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ വില കുറച്ച് നൽകും. മന്ത്രി GR അനിൽ. ഓണത്തിന് കേരാഫെഡ് വെളിച്ചെണ്ണ സപ്ലൈകോ വഴി സബ്സിഡി നിരക്കിൽ വില കുറച്ച് നൽകുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. വെളിച്ചെണ്ണ വിലവർധനയുമായി ബന്ധപ്പെട്ട് കൃഷിമന്ത്രിയും താനും 2 വകുപ്പിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ച നടത്തി. അതിൽ തന്നെ കേരാഫെഡിന്റെ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് നൽകാനാവുമോ എന്നതിൽ ചർച്ച നടന്നു. ചർച്ചയിൽ അനുകൂലമായ നിലപാടാണ് ഉണ്ടായത്. ഡയറക്ടർ ബോർഡുമായി ആലോചിച്ച് എത്രത്തോളം വില കുറച്ച് നൽകാൻ കഴിയുമെന്ന് അറിയിക്കും. അങ്ങനെ കിട്ടുന്നതിൻ്റെ കൂടെ സബ്സിഡി വില കൂടി കുറച്ച് നൽകാനാണ് ആലോചിക്കുന്നത്. എന്തായാലും കേരാഫെഡ് ഉൽപ്പന്നം സപ്ലൈകോ വഴി വില കുറച്ച് നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. അവസരം നൽകിയിട്ടും സർവീസിൽ നിന്നും വിട്ടുനിന്നു. 51 ഡോക്ടർമാരെ പിരിച്ചുവിടുവാൻ ഉത്തരവിട്ട് ആരോഗ്യവകുപ്പ്. അനധികൃതമായി സേവനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 51 ഡോക്ടർമാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിക്കാത്ത ജീവനക്കാരെയാണ് നീക്കം ചെയ്തത്. അനധികൃതമായി ജോലിക്ക് ഹാജരാക്കാത്ത ജീവനക്കാരെ കണ്ടെത്തി റിപ്പോർട്ട് നൽകുന്നതിനും കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിനും വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി.
ഇത്രയധികം നാളുകളായി സർവീസിൽ നിന്നും വിട്ടുനിൽക്കുന്നത് വകുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഇത്തരം ജീവനക്കാരെ സർവീസിൽ തുടരാൻ അനുവദിക്കുന്നത് സേവന തൽപരരായ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കുകയും ചെയ്യും. അതിനാലാണ് കർശന നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചത്. 5 സീറ്റുകളിൽ ഉജ്ജ്വല വിജയം. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ നിലനിർത്തി SFI. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ SFI നിലനിർത്തി. 5 ജനറൽ സീറ്റുകളിൽ SFI വിജയിച്ചു. തുടർച്ചയായി 26ാം തവണയാണ് SFI യൂണിയൻ നിലനിർത്തുന്നത്. നന്ദജ് ബാബുവാണ് യൂണിയൻ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. വൈസ് ചെയർപേഴ്സൺ M. ദിൽജിത്ത്, വൈസ് ചെയർപേഴ്സൺ ലേഡി അൽന വിലോദ് എന്നിവരെയും തെരഞ്ഞെടുക്കപ്പെട്ടു. കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റും SFIക്ക് തന്നെയാണ് ലഭിച്ചത്. കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റ് UDSFന് ലഭിച്ചു. വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റ് UDSFന് ലഭിച്ചു. തെരഞ്ഞെടുപ്പിനിടെ ക്യാമ്പസിൽ വലിയ സംഘർഷമാണ് നടന്നത്. SFI സ്ഥാനാർത്ഥി ഒരു UUCയുടെ ബാഗ് തട്ടിപ്പറിച്ചോടി എന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെ വൻ സംഘർഷമുണ്ടായി. SFI ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥി അതിഷയെ പോലീസ് പിടിച്ചുവെച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത്. SFI പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. SFI സ്ഥാനാർത്ഥിയെ പ്രവർത്തകരെത്തി പോലീസിന്റെ പക്കൽ നിന്നും മോചിപ്പിച്ചു. സംഘർഷത്തിൽ SFI UDSF പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ചേർത്തല തിരോധാനം. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും കിട്ടിയത് കത്തിക്കരിഞ്ഞ ലേഡീസ് വാച്ച്. റഡാർ പരിശോധന പരാജയം. ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളിൽ റഡാർ പരിശോധനയും പരാജയം. സെബാസ്റ്റ്യന്റെ വീട്ടിലും പെൺസുഹൃത്തിന്റെ വീട്ടിലും നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. സെബാസ്റ്റ്യന്റെ 2.5 ഏക്കർ വരുന്ന പുരയിടത്തിൽ മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നുറപ്പിക്കാനുള്ള അവസാന പിടിവള്ളിയായിരുന്നു ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ. 8 മണിക്കൂർ നീണ്ട പരിശോധനയിലും ഒന്നും കണ്ടെത്താനായില്ല. ഇതോടെ ആദ്യം ശേഖരിച്ച അസ്ഥികളുടെ ഉറവിടം കണ്ടെത്താനാകാതെ വലയുകയാണ് അന്വേഷണ സംഘം. മറ്റെവിടെയോ മൃതദേഹം കത്തിച്ചതായാണ് വിലയിരുത്തൽ. സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്തായിരുന്ന ചേർത്തല സ്വദേശിനി റോസമ്മയുടെ വീട്ടിലും റഡാർ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. പാലിയേക്കര ടോൾ പ്ലാസയിൽ നടന്നത് കൊള്ള. ആശ്വാസമായി കോടതി ഉത്തരവ്. ഗതാഗത കുരുക്കിനാൽ ജനജീവിതം ദുരിതപൂർണമായ ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ പാലിയേക്കര ടോൾ പിരിക്കുന്നത് തൽക്കാലത്തേക്ക് നിർത്തി. കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് 4 ആഴ്ചക്കാലത്തേക്ക് ടോൾ പിരിവ് തടഞ്ഞത്. ഇടപ്പള്ളി മുതൽ പാലക്കാട് വരെയുള്ള ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നതിന് പാലിയേക്കരയിലും വടക്കഞ്ചേരിയിലും അടക്കം 2 ഇടങ്ങളിൽ ടോൾ കൊടുക്കണം. എന്നാൽ ടോൾ പിരിക്കുമ്പോൾ നടപ്പാക്കേണ്ട സൗകര്യങ്ങളൊന്നും ടോൾ കമ്പനി നടപ്പാക്കാതെ വന്നതോടെ ദേശീയപാത ജനജീവിതത്തെ തകിടം മറിച്ചു. അടിപ്പാത നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീണ്ടുപോകാൻ തുടങ്ങിയതോടെ ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുക്കിലകപ്പെട്ട് യാത്രക്കാർ ദുരിതത്തിലാകുന്നത് പതിവായി. മണിക്കൂറുകൾ കുരുക്കിൽ കിടക്കുന്ന വാഹനങ്ങൾ ദേശീയപാതയിൽ പാലിയേക്കര ടോളിൽ വൻ തുക ടോൾ നൽകുവാനായി ഏറെ നേരം ടോൾ പ്ലാസയിൽ കുരുക്കിൽ കിടക്കേണ്ട ഗതികേടിലാണ്. ടോൾ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് പാലിയേക്കരയിലെ ടോൾ കമ്പനി ടോൾ പിരിച്ചുകൊണ്ടിരുന്നത്. 2025 കണക്കുകൾ 1535 കോടി രൂപ ടോൾ കമ്പനി ഇതിനകം പിരിച്ചെടുത്തുവെന്നായിരുന്നു രേഖ. കരാർ ലംഘനങ്ങളുടെ പേരിൽ മാത്രം 2245 കോടി രൂപ പിഴ ചുമത്തപ്പെട്ട കമ്പനിയെ ടോൾ പിരിക്കുവാൻ അനുവദിക്കരുതെന്നായിരുന്നു പ്രധാന ആവശ്യം. ദേശീയപാത അതോറിറ്റി വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവായ അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. BOT അടിസ്ഥാനത്തിൽ നിർമ്മാണവും പരിപാലനവും വ്യക്തമായ കരാറിലൂടെയാണ് പാലിയേക്കരയിലെ GPL കമ്പനിക്ക് അനുവാദം നൽകിയതെന്നും ടോൾ പിരിവ് നിർത്തൽ പ്രായോഗികമല്ലെന്നുമായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ നിലപാട്. ടോൾ പിരിക്കുന്നത് റദ്ദാക്കിയാൽ ഭാവിയിൽ പൊതുമേഖലാ കരാറുകളിൽ സ്വകാര്യ കമ്പനികൾ പങ്കെടുക്കുന്നത് കുറയുമെന്ന ആശങ്കയും NHL വ്യക്തമാക്കിയിരുന്നു. 2026 ടോൾ പിരിവ് നിർത്തലാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷാജി ജെ കോടങ്കണ്ടത്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.